അങ്ങനെ നമ്മുടെ പിപ്പിക്കുട്ടിയുടെ അംഗനവാടി ഗെറ്റ് റെഡി കണ്ടാലോ. ദീന നമ്മുടെ പിപ്പിക്കുട്ടി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് ഇട്ട് തായോ ഉമ്മച്ചി എന്നും പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദീന ആദ്യം തന്നെ ഞാൻ പുരുകൻ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ദേ കണ്ണിൻ്റെ ഉള്ളിൽ കൺമഷി ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് നീറിനുണ്ടായിരുന്നു, അതാണ് അവളുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. പൗഡർ ഇടുന്ന പഫ് അവർ എവിടെ കൊണ്ട് കളഞ്ഞാവോട്ടാ. അത് കാരണം ഞാൻ എൻ്റെ ഷാളോണ്ടാണ് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മുഖത്ത് ഫുള്ളും പൗഡറൊക്കെ ഇട്ടു. പിന്നെ ദേ ഇത്തത്തെ ഐലൈനർ ഇടുന്ന കണ്ട് നമ്മുടെ പിപ്പിക്കുട്ടിക്കും എന്നും ഐലൈനർ ഇട്ടിട്ടേ അംഗനവാടി പോവുള്ളൂ. പിന്നെ ദേന ഫൈനലി നമ്മുടെ മുടി കെട്ടി കൊടുക്കുന്നുണ്ട്. മുടി വെട്ടി കാരണം അധികം ഇങ്ങനെ പിടിച്ചാൽ കിട്ടൂല, എന്നാലും മുടി കെട്ടാണ്ട് നമ്മുടെ പിപ്പിക്കുട്ടി അംഗനവാടിയിലേക്ക് പോകൂലേ ഗൈസ്. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു. പിന്നെ ദേ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള മാലയും വളയും ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ഹെയർ ബാൻഡും വെച്ചു. നമ്മുടെ ചുച്ചുകുട്ടിയാണെങ്കിലോ എനിക്ക് മേക്കപ്പ് ഒന്നും ഇട്ട് തന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുന്നുണ്ട്. മാലയ്ക്ക് എന്തോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളമാലയാണ് ഇട്ടിട്ടത്. പിന്നെ ദേ ഇതാണ് ഫൈനൽ ലുക്ക്. പിപ്പിക്കുട്ടി അംഗനവാടിയിലേക്ക് പോകാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു, ടാറ്റാ.